വിമാനത്തിന് സാങ്കേതിക തകരാർ. ദുബായ് കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരുടെ തുടർ യാത്ര വൈകുന്നു. ഒമാനിലെ ദോഫാറിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തൊഴിലാളികളുടെ ഉച്ചവിശ്രമ നിയമം ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. യാത്രക്കാരെ ദുരിതത്തിലാക്കി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ്. സാങ്കേതിക തകരാർ കാരണം കഴിഞ്ഞ ദിവസം മസ്കത്തിലിറക്കിയ ദുബായ് കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാരുടെ തുടർ യാത്ര വൈകുന്നു. ദുബായിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട വിമാനമാണ് പറന്നുയർന്ന് 1 മണിക്കൂറിന് ശേഷം മസ്കത്ത് വിമാനത്താവളത്തിൽ ഇറക്കിയത്. രാത്രിയോടെ 200ഓളം യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. യാത്രക്കാരിൽ ചിലർ ബഹളം വെച്ചതിനെ തുടർന്ന് കുറച്ചുപേർക്ക് രാവിലെ മറ്റൊരു വിമാനത്തിൽ നാട്ടിലേക്ക് ടിക്കറ്റ് നൽകി. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണെന്നും ആക്ഷേപമുണ്ട്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് യാത്രക്കാരടങ്ങുന്ന സംഘമാണ് പ്രതിസന്ധിയിലായത്. ചികിത്സയ്ക്കും മറ്റ് അടിയന്തരാവശ്യത്തിനും നാട്ടിലേക്ക് പുറപ്പെട്ടവരും കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ ഇന്നലെ ഈ ആഫ്റ്റർനൂൺ ഈവനിങ് 5 o'clock എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മസ്കറ്റ് ദുബായ് കൊച്ചി ഫ്ലൈറ്റ് ആയിരുന്നു. ആ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്ത ശേഷം ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് ആ ഫ്ലൈറ്റ് മസ്കറ്റിൽ കൊണ്ടുവന്നിറക്കി. ഇവിടെ ഞങ്ങൾ ഒരു ഫ്ലൈറ്റ് ആൾക്കാർ ഇപ്പോൾ ഇവിടെ മസ്കറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ എമർജൻസി മരിച്ച കേസിന് പോകുന്നവരുണ്ട്, എമർജൻസി ട്രീറ്റ്മെൻറ്റിന് പോകുന്നവരുണ്ട്, വയസ്സായ അമ്മമാരും അതുപോലെ ചെറിയ കുട്ടികളുണ്ട്, പിഞ്ചു കുട്ടികളുണ്ട്. അങ്ങനെ പലരും ഇവിടെ മസ്കറ്റിൽ വന്നിട്ട് വേറൊരു രാജ്യത്ത് വന്ന് പെട്ടുകിടക്കുകയാണ്. ഇവിടെ നമുക്ക് ഫർദർ ഒരു അപ്ഡേറ്റും അവൈലബിൾ അല്ല. ഈ ഫ്ലൈറ്റ് എപ്പോൾ പോകും, ഇല്ലെങ്കിൽ നമ്മളെ എന്ത് സപ്പോർട്ട് കിട്ടും, ഒന്നും ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയോ എയർ ഇന്ത്യയുടെ ഒരു സ്റ്റാഫിനെയോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ മസ്കറ്റ് വേറൊരു രാജ്യത്തിൻ്റെ എയർപോർട്ട് വന്നിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫർമേഷൻ, ഏതാണ് നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന്. ഇപ്പം നമുക്ക് മസ്കറ്റിൽ പുറത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ, നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഇനി എന്താണ് നെക്സ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാൻ പോലും എക്സ്പ്രസിൻ്റെ ഒരു സ്റ്റാഫോ ആരുമില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ ഒരു ഫ്ലൈറ്റ് ഫുൾ ആൾക്കാർ ഇങ്ങനെ മസ്കറ്റ് എയർപോർട്ടിൽ കുടുങ്ങി കിടക്കുന്നു. അപ്പോൾ ഇതിന് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കും. അതായത് നമ്മൾ ഇത്രയും ആൾക്കാർ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതും ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്നതിനും ഒരു എയർലൈൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടില്ല എന്നുള്ളത് നീതീകരിക്കപ്പെടാവുന്നതല്ല. ദോഫാർ ഗവർണറേറ്റിലെ താഖ തീരത്ത് കാണാതായ മത്സ്യത്തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. CDAയിലെ രക്ഷാപ്രവർത്തകർ, റോയൽ ഒമാൻ പോലീസ്, റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ, പ്രാദേശിക സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ ഏകോപനത്തോടെ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയത്. 2 സഹോദരങ്ങൾ സഞ്ചരിച്ചിരുന്ന മത്സ്യബന്ധന ബോട്ട് തിരമാലകളിലകപ്പെട്ട് ചൊവ്വാഴ്ചയാണ് മറിയുന്നത്. ഇതിൽ ഒരാൾ സാഹസികമായി നീന്തി കരക്കെത്തുകയായിരുന്നു. ഇദ്ദേഹത്തിന് താക്ക ആശുപത്രിയിൽ പിന്നീട് വൈദ്യസഹായം ലഭ്യമാക്കിയിരുന്നു. കത്തുന്ന ചൂടിന് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകാൻ തൊഴിൽ മന്ത്രാലയം എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുള്ള ഉച്ചവിശ്രമവേള ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 16 പ്രകാരമാണ് ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത്. ഇതുപ്രകാരം പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. തൊഴിലാളികളുടെ ആരോഗ്യ, തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാഹ്ന അവധി നൽകുന്നത്. ഉച്ചവിശ്രമം നടപ്പിലാക്കാൻ തൊഴിൽ സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും സഹകരണം ബന്ധപ്പെട്ടവർ നടത്തിയിട്ടുണ്ട്. അതേസമയം ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. 100 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴയും 1 മാസത്തെ തടവുമാണ് നിയമലംഘകർക്കുള്ള ശിക്ഷ. അല്ലെങ്കിൽ ഈ 2 ശിക്ഷകളിൽ ഒന്ന് അനുഭവിക്കേണ്ടി വരും. തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി എല്ലാ നിർമ്മാണ തുറസായ സ്ഥലങ്ങളിൽ ഉച്ചസമയങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ധന സ്റ്റേഷനുകളിൽ ഉച്ചസമയത്ത് അത്യാവശ്യമല്ലാതെ ഇന്ധനം നിറയ്ക്കുന്നത് ഒഴിവാക്കാൻ കമ്മ്യൂണിറ്റി ബോധവൽക്കരണ ക്യാമ്പയിനുകളും മന്ത്രാലയം സജീവമാക്കിയിട്ടുണ്ട്. അനുചിതവും പൊതുസദാചാരത്തിന് വിരുദ്ധവുമായ പെരുമാറ്റമടങ്ങിയ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ 4 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ 2 ഇറാനിയൻ സ്ത്രീകളും 1 ബംഗ്ലാദേശി സ്ത്രീയും 1 സുഡാൻ പുരുഷനുമാണ് ഉള്ളത്. പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായ വീഡിയോ ക്ലിപ്പിൽ പൊതുമര്യാദ നിയമങ്ങളും ധാർമ്മിക മാനദണ്ഡങ്ങളും ലംഘിക്കുന്ന പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുന്നു.
ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.